എല്ലാരും എത്തിയല്ലോ. എവിടെ മറ്റേ വാനരന്മാര്? അമ്മക്ക് ട്യൂഷൻ ഉണ്ട്, വന്നില്ല. അപ്പോഴിന്ന് ആർക്കാ എന്റെ വക സ്പെഷ്യൽ ഓംപ്ലേറ്റ്? ഇന്നും ഗോളടിച്ച അവനാ, അവനെ തന്നെ ഇന്നും കൊടുത്താ മതി. ഓ കൊള്ളാലോടാ, നീ നിന്റെ അച്ഛനെ പോലെ ഗോൾഡടി വീരനാണല്ലോ. ഈ കൈ സൂപ്പർ ആയിരുന്നല്ല, സൂപ്പർ ഫോർവേഡ് ആയിരുന്നില്ലേ? അതൊക്കെ ഒരു കാലം. എന്നാ പിന്നെ പിടിച്ചോ എല്ലാവർക്കും എന്റെ വക സ്പെഷ്യൽ ഓംപ്ലേറ്റ്. ജമാലിക്ക, ഓ ഇന്നെന്തായാലും എന്റെ കണക്കിലായിട്ടാവട്ടെ എല്ലാവർക്കും ഓംപ്ലേറ്റും ചായ. പിന്നെന്താ വിശേഷം? ആ ചേട്ടന് കോളേജ് ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടി. ഓ ഇന്നാ എന്റെ ചെലവാ. അത് ശരി. ഓ കഴിച്ചോ. ഇതാക്കാ പ്ലേറ്റ്. നല്ല സ്പീഡാണല്ലോ. ഇതാക്ക എടാ ഇത് 30 സമ്മാനം. ഓ പോട്ട് പോട്ട്. ഇങ്ങനെ ഒരു ഇക്ക ഉള്ളത് നിന്റെയൊക്കെ ഭാഗ്യം. ഏതാ നൈസ്? എല്ലാരും വാങ്ങിച്ച് കഴിക്കും. ഓ തരാടേ, തീർന്ന മുമ്പ് തരുവാളിയാ. വെള്ളം വേണോ? നോക്കിയത് 2-3 ഇങ്ങോട്ട് എന്നാടാ വേണ്ട, എന്നാ വിളിച്ചോ. അപ്പൊ എല്ലാവർക്കും പതിവ് പോലെ ദോശയും ആംപ്ലേറ്റും. പൊറോട്ടയും ബീഫും ജമാല് ബീഫ് കൊടുക്കുന്നതിനന്ന് കാക്ക മലന്ന് പറക്കും. ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഫൈസലിന്. അപ്പൊ ഫൈസലാണ് ഇന്നത്തെ ബെസ്റ്റ് പ്ലെയർ അല്ലേ? ആര് പറഞ്ഞു ഫൈസലാണ് നന്നായിട്ട് കളിച്ചതെന്ന്? അല്ല, ഫൈസല് നല്ലൊരു കളിക്കാരനാണ്. പക്ഷെ നിന്റെ കാലുകൊണ്ട് അടിച്ച ബോള് തട്ടി മാറ്റി ടീമിനെ രക്ഷപ്പെടുത്തിയത് രാകേഷാണ്. ജയിപ്പിച്ചതും രാകേഷാണ്. അത് ഞാൻ തട്ടി രാകേഷിന്റെ കാലിലിട്ട് കൊടുത്താണ്. അത് കാലിൽ തട്ടി പോയിരുന്നെങ്കിൽ അത് സെൽഫ് ഗോൾ ആകാതെ നോക്കിയത് നൗഷാദാണ്. അതുകൊണ്ട് ഇന്നത്തെ ബെസ്റ്റ് പ്ലെയർ നൗഷാദ് തന്നെ. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ക്യാപ്റ്റൻ പറഞ്ഞാ പിന്നെ അപ്പീലില്ല. സ്പെഷ്യൽ ആംപ്ലേറ്റ്. പാത്രം കൊണ്ടുപോകുന്നുണ്ട് ബൈ. എത്രയായി? 170. അതിരിക്കട്ടെ. അത് വേണ്ട, എനിക്ക് ആവശ്യമുള്ളത് മതി. വേണ്ടെങ്കിൽ വേണ്ട, പോവാ. ഈ പൈസക്ക് നാളെ കഴിക്കാം. പോവാടേ. വണ്ടി എടു, വാ വാ വാ, പോവാം പോവാം. പറ്റില്ല എനിക്ക്. ജമാലിക്ക, 3 ദോശ, ഒരു ഓംലെറ്റ്. ഓ ഒരു കാര്യം ചോദിച്ചാ നിനക്ക് വിഷമാവോ വാസന്തി? ആദ്യം കാര്യം എന്താണെന്നറിയട്ടെ, എന്നിട്ട് വിഷമിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം. എന്നും ഇങ്ങനെ ജീവിക്കാനാണോ നിന്റെ പ്ലാൻ? പിന്നെ എന്ത് ചെയ്യണം? ഇല്ല, മറ്റെന്തെങ്കിലും ഇതൊഴിച്ച്. മറ്റെന്തെങ്കിലോ? എന്നാ ജമാലിക്കതാ ഒരു ജോലി, അപ്പം നിർത്താം ഞാൻ ഈ പണി. നിനക്കൊരു ആൺകുട്ടിയാണെന്നുള്ളത് ഓർമ്മ വേണം. അവന് വേണ്ടി തന്നെയാ ഞാൻ ജീവിക്കണ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വാശി വേണം. ആ വാശിയുടെ കാര്യ ജമാലിക്ക ഞാൻ പറഞ്ഞ. എന്നെ പോലെ വഞ്ചിക്കപ്പെട്ട ധാരാളം സ്ത്രീകൾ ഇവിടെ ഉണ്ട്, ഇനിയുണ്ടാവും. അവർക്കെങ്കിലും എൻ്റെ മകനൊരു രക്ഷകനാവണം. തൊഴിലിൽ അവൻ്റെ അച്ഛൻ്റെ കഴിവ് അവന് കിട്ടുമെന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ ചീത്തപ്പേരോ? അയ്യോ, എനിക്കറിയാം. അവൻ്റെ 10ാം തരം ഒന്ന് കഴിഞ്ഞോട്ടെ. എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. പിന്നെ ചീത്തപ്പേര്, നല്ല നിലയിലെത്തിയ ആ ചീത്തപ്പേരിൽ ആളിക്കാൻ ഇവിടെ ധാരാളം പേരുണ്ടാവും. പോട്ടെ, ചീത്തപ്പേര്.
റഹീമേ സാധനം കിട്ടി. ആ നീയൊക്കെ എത്തിയാ? വാ, വാ. ആ ഇരിക്ക്. ഏതാ സാധനം? എന്നാ ആ, കൊള്ളാലോ. ദാ, ആ വെള്ളം ഗ്ലാസ് എടുത്തിട്ട് വാടാ. സാധനം ഒന്ന് മണപ്പിച്ചു. നല്ല സ്വയം തുറക്കടാ. എന്താടാ ഇത്ര താമസം? ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. എവിടെ ചെന്ന് കിടന്നടാ നീ? ഇങ്ങോട്ട് താ. താടാ. ഓ യെസ് ഗ്ലാസ്. എവിടെ നിന്ന് കിട്ടിയടാ ഇങ്ങനെ എടുത്തത്? നല്ല ബെസ്റ്റ് സാധനം. ഇതായ നമ്മുടെ വാസന്തിയുടെ മോനെ. നമ്മുടെ മറ്റേ പടക്ക് വാസന്തിയുടെ അവൻ എന്ന് സ്കൂള് വിട്ട് ഇവിടെ വരും. ഞാൻ അവന് 1000 രൂപ കൊടുക്കും. നല്ല കാര്യം. ഓ നിന്റെ സ്വാമിച്ചിട്ട് റഹീമേ, നീ അങ്ങനെ 1000 രൂപ വെറുതെ കൊടുക്കൂല. പോടാ പോടാ. തള്ള ഒരു പോക്ക് കേസ് ആയതുകൊണ്ടാണോ പിള്ളയെ കുറിച്ച് ഒരു സംശയം? അത് വാസ്തവം. യൂതാമ്പർ ജയിച്ചൊക്കെ വേണ്ടേ? മതി മതി എനിക്കിട്ട് ഒരച്ചത്. എന്റെ ഇന്ന് കള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് നീയൊക്കെ എനിക്കിട്ട് എന്നെ താങ്ങുന്ന. ഇനി വെളുപ്പിനെ നോക്കിയാ മതിയല്ലോ അല്ലേ? അറിയാവല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നത്? ആ പാപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? സ്കോഡയുടെ ഒരു പുതിയ കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ആ ചപ്പട്ട മാറ്റി അതൊരെണ്ണം വാങ്ങിയാലോന്ന് ആലോചിക്കുക. നാളെ തന്നെ. അതിനെന്താ, നീ നമ്മുടെ ഫിനാൻസ് കമ്പനി പോയിട്ട് GM-നെ കണ്ടാൽ മതി. അയാൾ വേണ്ടത് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഷോറൂമിന്റെ ഇന്റീരിയർ ഡിസൈൻസ് വന്നിട്ടുണ്ട്. നീ അതൊക്കെ ഒന്ന് നോക്കി ഏതാ വേണ്ടെന്ന് കൺഫേം ചെയ്യണം. അവരോട് നിന്നെ കോണ്ടാക്ട് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം പാപ്പ. ശരി. സൈനബ എഴുന്നേക്ക്, നേരം ഒരുപാടായി. കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ വാപ്പ. 7 മണിയായില്ലല്ലോ. 7 മണി കഴിഞ്ഞു. ഇനി വൈകുന്നേരം ആവണം അടുത്ത 7 മണിക്ക്. ഈ വാപ്പ സമ്മതിക്കൂല. ഒന്ന് വേഗം ആവട്ടെ മുത്തേ. നിന്നെ സ്കൂളിലാക്കിയിട്ട് വേണം വാപ്പയ്ക്ക് ആശുപത്രി വരെ ഒന്ന് പോവാൻ. വാപ്പയ്ക്ക് എന്താ പറ്റിയേ? വാപ്പയ്ക്കൊന്നും പറ്റിയില്ല. അപ്പുറത്തെ സരസ്വതി ആന്റിക്ക് ഇന്നല്ലേ ഓപ്പറേഷൻ. നീ അതൊക്കെ മറന്നോ? ഓ, അവർക്ക് ഒരുപാട് രക്തം വേണം. ഒരു ഇത്തിരി രക്തം വാപ്പയും കൊടുക്കാൻ വിചാരിച്ചു. വാപ്പ ഓ, മോള് പെട്ടെന്ന് റെഡിയാവും. പല്ല് തേച്ചിട്ട് വാപ്പയ്ക്കൊരു നല്ല ഉമ്മോടെ തരണം. എത്ര പറഞ്ഞാലും സമയത്ത് ഇറങ്ങൂല. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ചൂടാവല്ലേ വാപ്പ? ഇന്ന് വാപ്പയല്ലേ താമസിച്ചേ? സമ്മതിച്ചു സമ്മതിച്ചു. വിട്ടോടനെ അങ്ങ് വരണേ. മോളെ ഇവിടെ വാ. എന്താ വാപ്പ? എക്സ്കർഷന് കാശ് കൊടുക്കാനുള്ള അവസാന ദിവസമല്ലേ ഇന്ന്. നിനക്കൊന്ന് ഓർമ്മിപ്പിച്ചൂടെ? വാപ്പ മറക്കൂലെന്ന് എനിക്കറിയാം. ഓ, വാപ്പ മറക്കൂല. ഓ മോനെ, നന്നായിട്ട് പഠിക്കുന്നുണ്ടോടാ നീ? പഠിച്ചു വലിയ ആളാവണം. അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ കേട്ടാ.